ഹൃദ്രോഗികളെ വലച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വീണ്ടും ശസ്ത്രക്രിയാ പ്രതിസന്ധി. ഹൃദയ ശസ്ത്രക്രിയാ വിഭാഗത്തിലെ 2 ഓപ്പറേഷൻ തിയേറ്ററുകളിൽ 1 അടച്ചിട്ട് 2 മാസമായി. എയർ കണ്ടീഷൻ സംവിധാനം തകരാറിലായതോടെയാണ് ഓപ്പറേഷൻ തിയേറ്റർ അടച്ചത്. 300ഓളം രോഗികളാണ് ശസ്ത്രക്രിയയ്ക്കായി കാത്തിരിക്കുന്നത്. ജനം എക്സ്ക്ലൂസീവ്. അടിസ്ഥാന സൗകര്യമില്ലായ്മയും അധികൃതരുടെ അവഗണനയും മൂലം സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആരോഗ്യ കേന്ദ്രങ്ങളിലൊന്നിൽ രോഗികൾ വലയുന്നത് തുടർക്കഥയായി മാറുകയാണ്. ഉപകരണ മരുന്നുക്ഷാമങ്ങളാണ് നേരത്തെ രോഗികളെ വലച്ചതെങ്കിൽ ഇക്കുറി ഓപ്പറേഷൻ തിയേറ്റർ തന്നെ പ്രവർത്തനരഹിതമായതാണ് പ്രതിസന്ധിയാകുന്നത്. ഓപ്പൺ ഹാർട്ട് സർജറി അടക്കം ചെയ്യേണ്ട കാർഡിയോതൊറാസിക് വിഭാഗത്തിലെ 2 ഓപ്പറേഷൻ തിയേറ്ററുകളിലൊന്ന് 2 മാസമായി അടച്ചിട്ടിരിക്കുകയാണ്. എയർ കണ്ടീഷൻ സംവിധാനം തകരാറിലായതോടെയാണ് തിയേറ്ററിന്റെ പ്രവർത്തനം നിലച്ചത്. ഇൻഫെക്ഷൻ സാധ്യത കുറയ്ക്കാനും ഉപകരണങ്ങൾ തകരാറിലാവാതിരിക്കാനും രോഗിയുടെ സുരക്ഷ ഉറപ്പുവരുത്താനും ആരോഗ്യ പ്രവർത്തകർക്ക് മണിക്കൂറുകൾ നീണ്ട സർജറികൾ പിഴവില്ലാതെ പൂർത്തിയാക്കാനുമൊക്കെ AC-യുടെ ഉപയോഗം അനിവാര്യമാണ്. AC ഇല്ലാതെ ഓപ്പൺ ഹാർട്ട് സർജറി അടക്കമുള്ള ഹൃദയ ശസ്ത്രക്രിയകൾ നടത്താനാകില്ലെന്ന് വന്നതോടെയാണ് തിയേറ്റർ അടച്ചത്. പ്രശ്നം മെഡിക്കൽ കോളേജ് സൂപ്രണ്ട്, പൊതുമരാമത്ത് വിഭാഗം തലവൻ തുടങ്ങിയവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും എയർ കണ്ടീഷൻ സംവിധാനത്തിന്റെ തകരാർ പരിഹരിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടില്ല. ഒരു തിയേറ്റർ അടച്ചതോടെ ദിവസം കുറഞ്ഞത് 3 എന്ന നിലയിൽ നടന്നിരുന്ന ശസ്ത്രക്രിയകൾ 1 ചുരുങ്ങി. നിലവിൽ 250 മുതൽ 300 വരെ ഹൃദ്രോഗികളാണ് ശസ്ത്രക്രിയയ്ക്കായി പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത്. നിലവിലത്തെ സാഹചര്യത്തിൽ ഇവരിൽ പലർക്കും എന്ന് സർജറി നടത്താൻ കഴിയുമെന്ന് പോലും ഉറപ്പിച്ചു പറയാൻ മെഡിക്കൽ കോളേജ് അധികൃതർക്ക് സാധിക്കുന്നില്ല. ഡിപ്പാർട്ട്മെന്റിൽ ആവശ്യത്തിന് നഴ്സുമാരും അനസ്തേഷ്യൻസും ഇല്ലാത്തതും സർജറികൾ വൈകാൻ കാരണമാകുന്നതായി രോഗികൾ പറയുന്നു. പ്രജിത് മോഹനൻ, ജനം, തിരുവനന്തപുരം.